ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എന്താണ് ലയൺസ്ഗേറ്റ് പോർട്ടൽ ഓപ്പണിംഗ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, എന്തുകൊണ്ട് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, എന്തുകൊണ്ടാണ് ഈ ഓഗസ്റ്റിൽ ഇങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് വിശദമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം ഒരുപാട് പേര് ആ വീഡിയോ കണ്ടതിന് ശേഷം സംശയം ചോദിക്കേണ്ടായി, ഞാൻ എങ്ങനെ ഈ ഒരു ലയൺസ്ഗേറ്റ് പോർട്ടൽ ഓപ്പണിങ്ങിൽ എൻ്റെ ആഗ്രഹം സഫലമാക്കാനായിട്ട് എന്ത് ആക്ടിവിറ്റി ചെയ്യണമെന്ന്. വളരെയധികം മനോഹരമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്നെ സ്നേഹിക്കുന്ന നമ്മുടെ ചാനലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലയൺസ്ഗേറ്റ് ഓപ്പണിങ്ങിൻ്റെ ടൈമിൽ ഓഗസ്റ്റ് 8-ാം തീയതി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ലൈവ് മെഡിറ്റേഷൻ നൽകുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബൻഡൻസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അബൻഡൻസ് അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഞാൻ മെഡിറ്റേഷൻ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. ഈ മെഡിറ്റേഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫാമിലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാം. അതുപോലെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. 8-ാം തീയതി യൂട്യൂബിൽ ലൈവ് മെഡിറ്റേഷൻ ഉണ്ടാവും. ഈ ലയൺസ്ഗേറ്റ് പോർട്ടൽ ഓപ്പണിങ്ങിൻ്റെ പീക്ക് മൊമെൻ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. അന്നു മുതൽ ഓഗസ്റ്റ് 12-ാം തീയതി വരെ ഈ എനർജി ഷിഫ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓഗസ്റ്റ് 8-ാം തീയതി മുതൽ ഓഗസ്റ്റ് 12-ാം തീയതി വരെ നിങ്ങളൊരു ബുക്ക് എടുക്കുക, പേന എടുക്കുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത്, നിങ്ങളുടെ മനസ്സ് എത്രമാത്രം ശാന്തമായിരിക്കുന്നോ, നല്ല പോസിറ്റിവിറ്റി നിൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ആ ആഗ്രഹം ഓൾ ദ ഫീലിങ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ട് എനിക്ക് ഇന്ന കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് എൻ്റെ ലൈഫിൽ ലഭിച്ചതിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ആ കാര്യം സഫലമായതിന് നന്ദി എന്ന് പറഞ്ഞ് നിങ്ങൾ ആ അഫർമേഷൻ എഴുതണം. എത്ര തവണ എഴുതണം? ഒരു ദിവസം 8 തവണ. ഞാൻ സമയം മെൻഷൻ ചെയ്യുന്നില്ല, കാര്യം നമ്മൾ മനുഷ്യരാണ്, തിരക്കിലേക്ക് നമ്മൾ പോവും. അതുകൊണ്ട് തന്നെ ഞാൻ സമയം മെൻഷൻ ചെയ്യുന്നില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്, പല തിരക്കിൽ നമ്മൾ പോവും, സമയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സ് എപ്പോഴാണ് ശാന്തമാവുന്നത്, നിങ്ങൾ എപ്പോഴാണ് കൂളായിരിക്കുന്നത്, ആ സമയത്ത് ബുക്ക് എടുക്കുക, പേന എടുക്കുക. നിങ്ങളുടെ ആ അഫർമേഷൻ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ പോസിറ്റീവായിട്ട് ഓൾറെഡി നിങ്ങൾക്ക് ലഭിച്ചതുപോലെ എഴുതുക. ഒരു ദിവസം 8 തവണ എഴുതണം, മറക്കരുത്. അത് 12-ാം തീയതി വരെ എഴുതണം. നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചതിന് നന്ദി എന്ന ഫീലിങ്സ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് എഴുതുക. ഒപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ആ മെഡിറ്റേഷനും ചെയ്യുക. ഈ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്ന ഒരു മൊമെൻ്റാണ് ലയൺസ്ഗേറ്റ് പോർട്ടൽ ഓപ്പണിംഗ്. ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ സക്സസ് 2024 കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ 2025 ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട്, മിസ് ചെയ്യരുത്. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ബൈ, ടേക്ക് കെയർ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക.